മുൻപത്തെ വഖഫ് അധിനിവേശത്തിന് പരിഹാരം തേടാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി 3 മാസം കൂടി നീട്ടി നൽകി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ അധികാരം സംബന്ധിച്ച ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം സ്വയം നിർത്തിവെച്ചിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുൻപത്തെ വഖഫ് അധിനിവേശ ശ്രമവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവിടുത്തെ ജനങ്ങൾക്ക് ആ ഭൂമി അത് തിരികെ ലഭിക്കാനുമുള്ള പൂർണ്ണ അവകാശത്തോട് റവന്യൂ അവകാശങ്ങളോടുകൂടി ലഭിക്കുന്നതിനുള്ള വഴി തേടാൻ കൂടിയാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. എന്നാൽ ഈ കമ്മീഷൻ്റെ പ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാവുന്നത്. എന്തധികാരമാണ് ഇത്തരമൊരു ജുഡീഷ്യൽ കമ്മീഷനുള്ളത്, ഇത് ഏത് രീതിയിലുള്ള പ്രയോജനം ചെയ്യുമെന്ന അടക്കമുള്ള ചോദ്യങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഈ ഒരു ചോദ്യം ഉയർന്ന പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ഈ വഖഫ് സംരക്ഷണ സമിതിയും മറ്റും ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെയും ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം സ്വയം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷം ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനമില്ല. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നതാണ് സർക്കാരിന് മുന്നിൽ. എന്നാൽ അത് പ്രവർത്തനം നിർത്തിവെച്ചത് മൂലം നടന്നിട്ടുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 3 മാസം കൂടി ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് വരുന്നത് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ കാര്യം ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതും. എന്തുതന്നെയായാലും മുൻപത്തെ വഖഫ് അധിനിവേശ ശ്രമങ്ങൾക്ക് പരിഹാരം കാണാൻ ജുഡീഷ്യൽ കമ്മീഷനും പരിമിതികളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഹൈക്കോടതിയുടെ ഈ പരാമർശത്തിലൂടെ എല്ലാം തന്നെ നിലനിൽക്കുകയാണ് ഇതിൻ്റെ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് എടുത്തു പറയേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഈ ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വഖഫ് ട്രിബ്യൂണലും ഇല്ലെങ്കിൽ ഹൈക്കോടതിയും അടക്കം പിന്നീട് എന്ത് പരിഗണനയാവും നൽകുക, അതിലുപരിയായി ആ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ എന്ത് കാര്യങ്ങൾ മുന്നോട്ടുള്ള കാലത്ത് ചെയ്യും എന്നതും എല്ലാം നിർണായകമായിരുന്നു. എന്നാൽ ആ ഒരു വലിയ ആശങ്കകൾ നിലനിൽക്കെ തന്നെ മുനമ്പം സമരം കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കമ്മീഷൻ്റെ പ്രവർത്തനം 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയിട്ടുള്ളത്. വീണ.